ഇവിടെ ശിവഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു ടവർ മൂവ്മെൻ്റ് ആയിരുന്നു, അതായത് ഇരുട്ടായിരുന്നു. ആ ഇരുട്ട് മാറി ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. സഡനായിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടവർ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവല്ല. അതായത് നമ്മൾ തെറ്റായ ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ടിരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തി തെറ്റായ വ്യക്തിയാണ്, പക്ഷേ നമ്മൾ വീണ്ടും അവരെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് തുറപ്പിച്ച് തരാൻ സത്യമേത് കള്ളമേത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ടവർ മൂവ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അതായത് ഇരുട്ടിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരുവാൻ. ഇവിടെ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആക്കുന്നത്. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലം തെറ്റായ സ്ഥലമാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈശ്വരൻ അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ആ ഒരു ടവർ മൂവ്മെൻറ്റ് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണോ നഷ്ടപ്പെടുന്നത് അതിന് പകരം നല്ലത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ടവർ മൂവ്മെൻറ്റ് എപ്പോഴും നമ്മുടെ ആ ഒരു എനർജിയെ ചേഞ്ച് ആക്കി നമുക്കൊരു പാഠം പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈശ്വരൻ പറയുന്നു, നിങ്ങളിൽ പല ആൾക്കാർ ഇപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് തകർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരുവാനാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസാണ് വരാൻ പോകുന്നത്. ഇവിടെ തകർന്നിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സർപ്രൈസ് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ഫുള്ള് ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 10 നമ്പർ പറയുന്നത് നിങ്ങൾ 10 ദിവസമായിട്ട് നെഗറ്റീവ് ആവുന്നു, അല്ലെങ്കിൽ 10 ആഴ്ചയായിട്ട്, അല്ലെങ്കിൽ 10 മാസമായിട്ട് എന്തോ ഒരു 10 നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം തൊട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. എന്ത് വിഷമമാണെങ്കിലും അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ വിഷമമായിട്ട് സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രോത്തും സ്റ്റക്കാവും. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ഷീൽഡ് നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ദൈവം ഒരിക്കലും നിങ്ങൾക്ക് മോശം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് കാര്യത്തിൻ്റെ വെയിറ്റിംഗ് ആണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യം അത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓം നമഃ ശിവായ.